ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ എല്ലാവർക്കും അമ്മൂസനൂസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ഒരു വർഷമൊക്കെ കഴിഞ്ഞു കേട്ടോ വാങ്ങിയിട്ട് ഇതുവരെയായിട്ട് ഡീപ്പ് ക്ലീൻ ചെയ്തിട്ടില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ അത് അറിയില്ലായിരുന്നു. സാധാരണ ഒരു തുണി നല്ല വൃത്തിയായ തുണി നല്ലോണം നനച്ച് നല്ലോണം പിഴിഞ്ഞ് അങ്ങോട്ട് വൃത്തിയായിട്ട് തുടച്ചെടുക്കും. ഇത് മൊത്തം അഴിച്ചിട്ട് അങ്ങനെ ഞാൻ ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഇതുവരെയായിട്ട് ഡീപ്പ് ക്ലീൻ ചെയ്യുന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞിരുന്നില്ല. അത് ഞാനിപ്പോഴാണ് പഠിച്ചെടുത്തത്. അപ്പോൾ നമ്മുടെ ഫ്രിഡ്ജ് ആകെ അലങ്കോലമായി കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് മൊത്തത്തിൽ അഴിച്ചിട്ട് ഒരു സൊല്യൂഷൻ തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ആദ്യം മൊത്തത്തിൽ അഴിച്ചിട്ട് ഡീപ്പ് ക്ലീൻ ചെയ്യാൻ പോവുകയാണ്. അതായത് ഒന്ന് കഴുകിയെടുക്കാറ് നമ്മൾ വെള്ളം ഒഴിച്ചിട്ടൊന്നും കഴുകിയെടുക്കണില്ല കേട്ടോ, അല്ലാതെ തന്നെ അത് വൃത്തിയാക്കി എടുക്കാം. ഫ്രിഡ്ജ് നമ്മൾ വെള്ളമൊഴിച്ചിട്ട് കഴുകില്ലല്ലോ. വെള്ളമൊഴിച്ചൊക്കെ കഴുകിയിട്ടുണ്ടെങ്കിൽ പിന്നെ 6 മാസത്തിലൊരിക്കലൊക്കെയാണ് നമ്മൾ ഡീപ്പ് ക്ലീൻ ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് സ്വിച്ചൊക്കെ ഓഫാക്കിയിട്ട് എന്താ പറയുക, പ്ലഗൊക്കെ ഊരിയിട്ടിട്ട് ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഐസൊക്കെ നല്ലോണം അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഞാൻ ഒറ്റയ്ക്കാണ് കേട്ടോ വീഡിയോ എടുക്കുന്നതും ക്ലീൻ ചെയ്യണതും. അതിൻ്റെ ഒരു കുറ്റം കുറവൊക്കെ ഉണ്ടായിരിക്കും. എല്ലാവരും ക്ഷമിച്ച് വീഡിയോ കാണുമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഐസൊക്കെ ഇങ്ങനെ കട്ടയി മൊത്തം വെള്ളമൊക്കെ ഇങ്ങനെ ഇതായി പോയിട്ടോ എല്ലാവരും. അപ്പം ഇനി ഇതൊക്കെ അഴിച്ചിട്ട് നമ്മൾ ശരിയാക്കാൻ പോവുകയാണേ. ഉണ്ടോ പൊടിയൊക്കെ അവിടെ മുടിയൊക്കെ ഇരിക്കുന്നുണ്ട്. ഇത് ജസ്റ്റ് ഒരു തുണി വെച്ചിട്ട് തുടച്ചെടുത്താൽ മതി. പക്ഷേ അത് നമ്മൾ എപ്പം ഒരു 6 മാസത്തിൻ്റെ ഉള്ളിലെങ്കിലും ഒരു തവണയെങ്കിലും നമ്മൾ ഡീപ്പ് ക്ലീൻ ചെയ്യണം. ചെയ്തിട്ടില്ലെങ്കിൽ അതിലൊരു ബാഡ് സ്മെല്ലൊക്കെ വരും കേട്ടോ. അപ്പോൾ ഞാൻ അതിനായിട്ടൊരു സൊല്യൂഷൻ തയ്യാറാക്കുകയാണ്. ബ്രഷ് ഞാൻ ജസ്റ്റ് ഇളക്കാൻ വേണ്ടി മാത്രം എടുത്തതാണ് കേട്ടോ. പിന്നെ നമ്മളെ പുറത്തുള്ള കരിമ്പൻ ഉരച്ച് കളയും കൂടി വേണം, അതിന് വേണ്ടിയിട്ട് എടുത്തതാണ്. അപ്പോൾ ഞാൻ എക്സോ കലക്കിയ വെള്ളമാണ് കേട്ടോ. അത് എക്സോൻ്റെ ഒരു കഷ്ണിട്ട് കലക്കിയിട്ട് അതിലേക്ക് ഇടുന്നത് ഇത്തിരി ബേക്കിംഗ് സോഡയാണ് കേട്ടോ. ബേക്കിംഗ് സോഡ ഇട്ടു. ഇതാണ് ബേക്കിംഗ് സോഡ. ആദ്യം ഇട്ടത് ഞാൻ ഉപ്പാണ് കേട്ടോ. ഒരു അടുപ്പിൽ ഇത്തിരി ഉപ്പിട്ടു. ഞാൻ ഇത്ര കണക്കെന്നൊന്നും പറയണില്ല കേട്ടോ. അത് നമ്മൾ എത്ര എക്സോ വെള്ളം എത്ര എടുക്കണോ അതിനനുസരിച്ച് എടുക്കാം. എക്സോൻ്റെ വെള്ളം ആവാം, അല്ലെങ്കിൽ നമ്മൾ പാത്രം കഴുകാൻ ഉപയോഗിക്കുന്ന ലിക്വിഡ് ഉണ്ടല്ലോ, ഡിഷ് വാഷ് ലിക്വിഡ്, അത് ഉപയോഗിക്കാം. പിന്നെ അതിലേക്ക് ഞാനിതാ ഒരു സ്പൂൺ എന്നുള്ള കണക്കിലാണ് കേട്ടോ വിനാഗിരി ഒഴിച്ചിട്ടുള്ളത്. വിനാഗിരി ഒഴിച്ചപ്പോൾ ഉള്ള മാറ്റം കണ്ടില്ല നിങ്ങൾ? ഈ സൊല്യൂഷൻ എത്രണ്ട് ഗുണപ്രദമാണെന്ന് ഇത് കണ്ടാൽ മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ സ്ക്രബ്ബറൊന്നല്ല കേട്ടോ ഉപയോഗിക്കുന്നത്. ഞാൻ വൃത്തിയുള്ളൊരു നെറ്റിൻ്റെ കഷ്ണം, വലിയൊരു കഷ്ണം ആയി മുറിച്ചെടുത്തിട്ട് അതിങ്ങനെ 4ആയി മടക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ സൊല്യൂഷനിൽ ഒന്ന് മുക്കി. ഈ നമ്മൾ ഫ്രീസർ കഴുകുമ്പോൾ എന്താ വെച്ചാൽ നല്ലോണം പിഴിഞ്ഞിട്ടെടുക്കണം കേട്ടോ. എന്നിട്ട് മാത്രം ഫ്രീസർ നല്ലോണം കഴുകുകയല്ല, നല്ലോണം ഒന്ന് ഉരയ്ക്കുക. എന്താ വെച്ചാൽ ഇതിൽ ഈ ഫ്രീസറിൻ്റെ ഭാഗത്ത് കണ്ട ദ്വാരങ്ങളും ഒക്കെ ഉണ്ട്. ആ സൊല്യൂഷൻ ഉള്ളിലേക്ക് ഇറങ്ങണ്ടെന്ന് കരുതിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യണത്. ബാക്കിയുള്ള ഭാഗമൊക്കെ നമുക്ക് നല്ല ഇത്തിരി സൊല്യൂഷൻ നല്ലോണം മുക്കി പിഴിഞ്ഞ് ജസ്റ്റ് ഒന്നും കൂടി പിഴിഞ്ഞെടുത്താൽ മതി. ബാക്കി നല്ലോണം കഴുകാം കേട്ടോ, നല്ലോണം അരച്ച് ഇതാക്കാം. വെള്ളം ഒഴിച്ചിട്ടൊന്നും നമ്മൾ ഫ്രിഡ്ജ് ക്ലീൻ ആക്കില്ല കേട്ടോ. ഇത് ഇപ്പോൾ സോപ്പല്ലേ നമ്മളിതിൽ കലർത്തിയെന്ന് എന്നൊക്കെ വിചാരിച്ചിട്ട് നല്ല വെള്ളമൊഴിച്ച് കഴുകി കഴിഞ്ഞാൽ ഒറ്റ തവണയ്ക്കേ നമ്മുടെ ഫ്രിഡ്ജ് ഉണ്ടാവുള്ളൂ. അപ്പോൾ രണ്ട് കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഒന്നാമത് വെള്ളമൊഴിച്ച് കഴുകാൻ പാടില്ല. പിന്നെ നമ്മൾ നല്ലോണം വൃത്തിയായി തുടച്ചെടുക്കുക കേട്ടോ ചെയ്യുക. ഇതൊക്കെ ഇട്ടിട്ട് ഈ സൊല്യൂഷനൊക്കെ ഇട്ട് ഉരച്ച് ഇതാക്കിയാലും ലാസ്റ്റ് നമ്മൾ വെള്ളം ഒഴിക്കാൻ പാടില്ല. നല്ലോണം 2-3 തവണ പിന്നെയും ഇത് വെള്ളം ഉണങ്ങിയ ശേഷം പിന്നെയും നമ്മൾ തുടച്ചെടുക്കുകയാണ്. അങ്ങനെയാണ് ചെയ്യുക കേട്ടോ. ഒരു 3 തവണയൊക്കെ ആയിട്ട് തുടച്ചെടുത്താൽ തന്നെ നമ്മുടെ ഫ്രിഡ്ജ് അടിപൊളിയായിട്ട് വൃത്തിയാവുകയും ചെയ്യും. നല്ലൊരു സ്മെല്ലും വരും കേട്ടോ. പിന്നെ ഞങ്ങളുടെ ഫ്രിഡ്ജിൽ പിന്നെ ഞാൻ അധികം സാധനങ്ങളൊന്നും അങ്ങനെ കുത്തിത്തിരികെ വയ്ക്കലൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഒരുപാട് വാങ്ങി വയ്ക്കുന്ന ഇതൊന്നുമില്ല. ദിവസം അന്നേക്കുള്ളത് വാങ്ങും. അങ്ങനെയാണ്. ചിലപ്പോൾ മീനൊക്കെ അധികം കിട്ടുകയാണെന്ന് വെച്ചാൽ അങ്ങനെ വെക്കുന്നേ ഉള്ളൂ. പിന്നെ നമ്മൾ കുറച്ച് വൈകുന്നേരത്തൊക്കെ കൊടുന്ന മസാല വരട്ടി വയ്ക്കുക, അങ്ങനെയൊക്കെ ചെയ്യും. പിന്നെ അധികം വെള്ളം, ഐസ്ക്രീം ഇങ്ങനത്തെയൊക്കെ വെക്കാൻ തന്നെയാണ് കേട്ടോ ഫ്രിഡ്ജ് യൂസ് ചെയ്യുന്നത്. അല്ലാതെ ഇതിലൊക്കെ നിറയെ സാധനങ്ങൾ വെക്കുന്ന ഒരു സ്വഭാവമൊന്നുമില്ല. അപ്പോൾ ഈ ലിക്വിഡ് ഞാൻ താഴത്തൊക്കെ വൃത്തിയായിട്ട് ഇതാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ അഴിച്ചെടുത്തിട്ട് ഞാൻ വൃത്തിയാക്കുന്നുണ്ട്. ഇതൊക്കെ അഴിച്ചെടുത്താലാണ് അതിൻ്റെ കോലം ശരിക്കൊന്ന് മനസ്സിലാവുള്ളൂ. വൃത്തിയാക്കലുണ്ട് കേട്ടോ. ആഴ്ചയിൽ ഒരു ദിവസം ഞാൻ ഇത് ഡീഫ്രോസ്റ്റ് ചെയ്ത് പിന്നെ അത് മൊത്തം തുടച്ചെടുക്കണ പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ. വൃത്തിയാക്കാത്ത പരിപാടിയൊന്നുമില്ല. പിന്നെ 6 മാസത്തിലൊരിക്കലും നമ്മളത് ചെയ്യണം. 2 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. 6 മാസത്തിലൊരിക്കലും മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഒരു വർഷത്തിൽ
വർഷത്തിലൊരു തവണ മാത്രം. പിന്നെ വെള്ളമൊഴിച്ച് കഴുകാനും പാടില്ല. ഇത് രണ്ടും ശ്രദ്ധിച്ചാൽ നമ്മുടെ ഫ്രിഡ്ജ് കുറേ കാലം വരെ കേടുകൂടാതെ ഇരിക്കും കേട്ടോ. അപ്പോൾ പിന്നെ എത്ര പഴകിയ ഫ്രിഡ്ജാണെന്ന് വെച്ചാലും നമുക്ക് പുതുപുത്തനാക്കി എടുക്കുകയും ചെയ്യാം. അത് ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് എൻ്റെ ഫ്രിഡ്ജ് കാണിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും ഈ സൊല്യൂഷൻ്റെ ഒരു ഗുണം. പിന്നെ ഞാൻ ഈ പറയുന്നത് വെറുതെ അല്ല എന്നുള്ള ഒരു ഇത് നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സൈഡ് നമ്മൾ ആ ട്രേ ഇതൊക്കെ എടുത്തപ്പോൾ കണ്ടില്ലേ, അതിൻ്റെ സൈഡിലൊക്കെ നല്ല പൊടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ പൊടി മാത്രമല്ല അവിടെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്നങ്ങോട്ട് വെള്ളം തട്ടുമ്പോൾ നമ്മൾ ഈ ഡീഫ്രോസ്റ്റ് ചെയ്യണതല്ലേ ഇടയ്ക്ക് 3 ദിവസം കൂടുമ്പോൾ നമ്മൾ ഡീഫ്രോസ്റ്റ് ചെയ്യണം കേട്ടോ. ഫ്രിഡ്ജ് ഐസും കട്ടയൊക്കെ ഇരുന്ന് നല്ല ഇതായിരിക്കും. അപ്പോൾ അതൊക്കെ അലിയുമ്പോൾ ഈ പൊടി ഉണ്ടല്ലോ, ചില പൊടിയൊക്കെ അവിടെ അങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കും. അങ്ങനെ ഈ സൈഡിൽ കൂടെ ഒക്കെ ഇത്രയും വന്നത് കേട്ടോ. അപ്പോൾ ഈ താഴത്തൊക്കെ അത്യാവശ്യത്തിന് അഴുക്കുണ്ട്. ഈ സൈഡത്തൊക്കെ ഞാനിതിങ്ങനെ എടുക്കുകയാണ് കേട്ടോ, ഇളക്കിയെടുക്കുക. പിന്നെ നമുക്ക് പറ്റാത്തത് നമ്മൾ എടുക്കാൻ നിൽക്കണ്ട കേട്ടോ. ഇനി ലാസ്റ്റ് അത് വലിച്ച് പിടിച്ച് ലാസ്റ്റ് പൊട്ടിപ്പോയാൽ ആകെ കുടുങ്ങും. അപ്പോൾ ഈ മുകളിലത്തെ തട്ട് മാത്രം എനിക്ക് എടുക്കാൻ കിട്ടുന്നില്ല. അതുകൊണ്ട് ഞാൻ അതിൽ വല്ലാതെ മല്ലിടാൻ പോയില്ല. ഇപ്പോൾ ബാക്കിയൊക്കെ ഞാൻ മൊത്തം അഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ സൈഡിലൊക്കെ കരിമ്പന കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ സൊല്യൂഷൻ തന്നെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ ഫ്രിഡ്ജിൻ്റെ ഉള്ളിലൊക്കെ നാരങ്ങാനീരും ഒക്കെ ചേർത്തിട്ട് ഒന്നും കൂടിയും അപ്പോൾ ഒരു നല്ല സ്മെല്ല് കിട്ടും കേട്ടോ. എനിക്ക് നാരങ്ങാനീരൊന്നും കിട്ടിയില്ല. അതുകൊണ്ടാണ് ഞാൻ അത് മാത്രം വെച്ച് ചെയ്തത്. അപ്പോൾ ഞാൻ ഈ സൈഡത്തെ കരിമ്പനൊക്കെ ഇത് നേരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവും കേട്ടോ. കറുപ്പ് കളറ് ഇളകി വരുന്നത് നേരെ മനസ്സിലാവും. നമ്മൾ സാധാരണ ഒരു പച്ചവെള്ളം കൊണ്ട് ഇങ്ങനെ തുടച്ച് അരച്ചെടുത്താലൊന്നും ഇത് പോരില്ല കേട്ടോ. ഞാൻ കുറേ തവണ നോക്കിയിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും കരിമ്പന വന്നത്. അറിയില്ലായിരുന്നു ഇങ്ങനെ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ട് ഇത് വൃത്തിയാക്കാമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പരീക്ഷണമാണ് നിങ്ങൾക്കുള്ള ഒരു അറിയാത്തവർക്കൊക്കെ ഉള്ളൊരു പറഞ്ഞതിലും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇതാ നല്ല കൃത്യമായിട്ട് ഇളകി വന്നിട്ടുണ്ട്, മൊത്തം പോന്നിട്ടുണ്ട് കേട്ടോ. ബ്രഷും കൂടി വരച്ചപ്പോൾ പിന്നെ അത് ഇനി മൊത്തം ഇതാക്കിയ ശേഷം ഒന്ന് സ്ക്രബ് ചെയ്ത ശേഷം ഞാൻ നല്ല വൃത്തിയുള്ളൊരു തുണി എടുത്തിട്ട് ജസ്റ്റ് നല്ല അമർത്തി നല്ല വൃത്തിയായിട്ട് തന്നെ തുടക്കുകയാണ് കേട്ടോ. നല്ലപോലെ നമ്മൾ വരിക മുക്കും മൂലയും നമുക്ക് നല്ല വൃത്തിയായിട്ട് ആ വെള്ളം തുടച്ചെടുക്കണം. കാരണം നമ്മൾ സോപ്പ്, വിനാഗിരി, ബേക്കിംഗ് സോഡ ഇതൊക്കെ ഉപയോഗിച്ചിട്ടല്ലേ നമ്മളിതൊന്ന് സ്ക്രബ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നല്ലോണം വൃത്തിയായിട്ട് തന്നെ തുടച്ചെടുക്കണം. അത് ഉണങ്ങിയ തുണി കൊണ്ട് തന്നെ തുടയ്ക്കണം കേട്ടോ, വൃത്തിയായ തുണി കൊണ്ട്. അപ്പോൾ നോക്കി വെക്കാം എന്തോ ഒരു മാറ്റമാണ് ഫ്രിഡ്ജ്. അപ്പോൾ അതാ മൊത്തത്തിൽ ഞാൻ പിന്നെയും ഉണങ്ങിയിട്ട് ഒരു 2-3 തവണ ഞാൻ തുടച്ചിട്ടുണ്ട് കേട്ടോ. മൊത്തത്തിൽ 3 തവണയാണ് ഞാനത് തുടച്ച് വൃത്തിയാക്കി എടുത്തിട്ടുള്ളത്. ഇതാ നല്ല വെളുക്കൻ അടിപൊളിയായി വന്നിട്ടുണ്ട്. കണ്ടില്ലേ ഞങ്ങൾ എൻ്റെ ഫ്രിഡ്ജിൻ്റെ ഒരു മാറ്റം. അപ്പോൾ നിങ്ങളൊക്കെ അതൊക്കെ ഒന്ന് പരീക്ഷിക്കുമല്ലോ അല്ലേ. അപ്പോൾ ഇത് മാത്രമേ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ല കേട്ടോ. കാരണം അത് പറിച്ചെടുക്കാൻ പറ്റുന്നില്ല. അതിൻ്റെ സൈഡിൽ കൂടെ ഇത്തിരിയൊക്കെ പൊടിയൊക്കെ ഉണ്ട്, കാര്യങ്ങളുണ്ട്. ഞാൻ പറ്റുന്നതൊക്കെ ഞാൻ മെല്ലെ തുണി വെച്ചങ്ങോട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. പറ്റാത്തത് നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ കേട് വന്നിട്ട് പിന്നെ അത് നേരാക്കാൻ നടക്കണ്ടേ. അപ്പോൾ ബാക്കി ഭാഗങ്ങളൊക്കെ നല്ല അടിപൊളി ക്ലിയറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സൊല്യൂഷൻ എല്ലാവരും ഒന്ന് ഉപയോഗിക്കുമല്ലോ അല്ലേ. അപ്പോൾ ഞാനിതാ പ്ലഗ് വെച്ചിട്ടുണ്ട് കേട്ടോ. പ്ലഗ് വെച്ചു, സ്വിച്ച് ഓണാക്കിയിട്ടില്ലേ. സ്വിച്ച് കുറച്ച് കഴിഞ്ഞിട്ട് മാത്രമേ ഓണാക്കുള്ളൂ. കുറച്ച് കഴിഞ്ഞിട്ട് ഓണാക്കാൻ വെച്ചിട്ടാണ് ഞാൻ സാധനങ്ങളൊക്കെ വെച്ചിട്ട് മാത്രം. അപ്പോൾ അതിന് സ്റ്റെബിലൈസറൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫ്രിഡ്ജ് ക്ലീനാക്കി കഴിഞ്ഞപ്പോഴേക്കും നിലമൊക്കെ ഒരു ഇതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ വൃത്തിയാക്കിയിരിക്കണം. ഇതിൻ്റെ സൈഡിൽ അമ്മ ചെറിയ കുട്ടിയാകുമ്പോൾ ഒരു കല്ലെടുത്ത് എറിഞ്ഞപ്പോൾ അതിൽ തട്ടിയപ്പോൾ സ്റ്റിക്കർ വെച്ചൊട്ടിച്ചതാണ്. അതാണ് അവിടെ ആ ഭാഗം അങ്ങനെ കേട്ടോ. അപ്പോൾ കുറച്ചൊക്കെ ഇങ്ങനെ കയറ്റി വെക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി കുറേ വെക്കാനുണ്ട് കേട്ടോ. ഒരുപാടൊന്നുമില്ല ഇനി, എന്നാൽ കുറച്ചൊക്കെ ഉണ്ട് ഇനി. അപ്പോൾ അതൊക്കെ ഞാൻ ഇതൊന്നും കൂടി വലിഞ്ഞിട്ട് വെക്കുകയാണ്. പ്ലഗ് വെച്ചു. ഞാൻ നേരത്തെ വെച്ചത് കാണിച്ചിരുന്നു കേട്ടോ. എഡിറ്റ് ചെയ്യുമ്പോൾ പല കുഴപ്പങ്ങളുണ്ടാവും വീഡിയോയ്ക്ക്. അതൊക്കെ ഒന്ന് ക്ഷമിക്കണേ. പുറത്ത് എല്ലാവരും വീഡിയോ കണ്ടു തരണം, സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ലൈക്ക് മറക്കാതെ ആരൊക്കെ വീഡിയോ കാണുന്നോ എല്ലാവരും ലൈക്ക് തരണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം കേട്ടോ. നല്ല എനിക്ക് മനസ്സിലാവുള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന്. അപ്പോൾ കമൻറ്റ് ചെയ്യാൻ പറ്റുന്നവരൊക്കെ കമൻറ്റ് ചെയ്യുക. എല്ലാവരും ഈ ഇതൊന്ന്